നമസ്കാരം. പരിശോധിക്കാം ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും. ആദ്യം തന്നെ നമുക്ക് മലയാള മനോരമ നോക്കാം. മലയാള മനോരമയിലെ ആദ്യത്തെ പേജിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കുകയാണെങ്കിൽ, സ്മാർട്ട് സിറ്റി ടീകോമിനെ ഒഴിവാക്കുന്നു എന്നുള്ള തലക്കെട്ട് നൽകിയിട്ടുള്ള വാർത്തയാണ് മനോരമയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയായി ആദ്യം ഇടം പിടിച്ചിട്ടുള്ളത്. 90,000 തൊഴിൽ ലക്ഷ്യമിട്ട പദ്ധതിയിൽ 10,000 പോലും നൽകാനായില്ല. ഇതുവരെയുള്ള നിക്ഷേപം കണക്കാക്കി ടീകോമിന് നഷ്ടപരിഹാരമെന്ന് പോയിന്റ്സും അതിനൊപ്പം നൽകിയിട്ടുണ്ട്. വിശദമായിട്ടുള്ള വാർത്തയാണ് നമുക്ക് ആദ്യത്തെ പേജിൽ തന്നെ ഇത് സംബന്ധിച്ച് കാണാൻ കഴിയുക. കേരളത്തിൽ ലോക IT ഭൂപടത്തിൽ അടയാളപ്പെടുത്തുമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട കൊച്ചി സ്മാർട്ട് സിറ്റി IT പദ്ധതി അപ്രതീക്ഷിത വഴിത്തിരിവിൽ എന്നാണ് വാർത്ത തുടങ്ങുന്നത്. മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ, രാഹുൽ ഗാന്ധിനെ പോലീസ് തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചിത്രം അടക്കമുള്ള ഒരു വാർത്ത നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. ആ ചിത്രത്തിന് അടിക്കുറിപ്പ് ഇങ്ങനെയാണ്: മറുപടി ഇത്ര മാത്രം. ഉത്തർപ്രദേശിലെ സമ്പൽ സന്ദർശനത്തിനായി പുറപ്പെട്ട ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഡൽഹി UP അതിർത്തിയായ ഗാസിപൂരിൽ ഉത്തർപ്രദേശ് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് നടത്തിയ മാധ്യമ സമ്മേളനത്തിനിടെ ഭരണഘടന ഉയർത്തി കാണിക്കുന്നു ആ ചിത്രമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. പോലീസ് തടഞ്ഞു, രാഹുലിന്റെ സമ്പൽ യാത്ര മുടങ്ങിയെന്ന് തലക്കെട്ടുണ്ട്. ഭരണഘടനാപരമായ അവകാശം നിഷേധിച്ചെന്ന് രാഹുൽ ഗാന്ധി എന്നുള്ളത് പോയിന്റായിട്ട് സബ് ഹെഡിംഗ് ആയിട്ട് അവിടെ നൽകിയിട്ടുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരുമ്പോൾ, വീണ്ടും തോക്കിൻ മുന എന്നാണ് തലക്കെട്ടുള്ളത്. വധശ്രമം, സുഖ്ബീർ ബാദലിന് അത്ഭുത രക്ഷ എന്നാണ് അതിന്റെ മുകളിലായിട്ട് തലക്കെട്ടിന് മുകളിലായിട്ട് നൽകിയിട്ടുള്ള വാചകം. പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രി ആക്രമിക്കപ്പെട്ടത് സുവർണ ക്ഷേത്രത്തിൽ സേവനത്തിനിടെ. വെടിവെച്ച ഖലിസ്ഥാൻ വാദി പിടിയിൽ തടഞ്ഞതിനാൽ വെടിയുണ്ട ഭിത്തിയിൽ തറച്ചു എന്ന് പോയിന്റ് നൽകിയിട്ടുണ്ട്. ചിത്രമടക്കം നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. അകാലിദൾ നേതാവും പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയുമായ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ വധശ്രമം. ക്ഷേത്ര കവാടത്തിൽ വീൽചെയറിൽ ഇരിക്കുകയായിരുന്ന അദ്ദേഹത്തിന് നേരെ നരേൻ സിംഗ് ചൗര എന്ന ഖലിസ്ഥാൻ വാദിയാണ് വെടിയുതിർത്തത് എന്നാണ് വാർത്ത. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ പരിശോധിച്ചു. നാലാമത്തെ പ്രധാനപ്പെട്ട വാർത്ത ട്രോൾ ചെയ്താണോ എന്നാണ് നാലാമത്തെ പ്രധാനപ്പെട്ട വാർത്തയുടെ തലക്കെട്ട് വന്നിട്ടുള്ളത്. രാഹുൽ മാങ്കുടത്തിന് നിയമസഭാ സെക്രട്ടേറിയറ്റ് നീല ട്രോളി ബാഗ് സമ്മാനിക്കുന്നത് ചർച്ചയായി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ചർച്ചയായ നീല ട്രോളി ബാഗ് വിവാദം നിയമസഭയിലും. പാലക്കാട് ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭാ നടപടിക്രമങ്ങളും രേഖകളും ഉൾപ്പെടുത്തി നിയമസഭാ സെക്രട്ടേറിയറ്റ് സമ്മാനിച്ചത് നീല ട്രോളി ബാഗാണെന്നും ഇത് രാഹുലിനെ പരിഹസിക്കാനാണെന്നുമായിരുന്നു ഒരു പക്ഷം എന്നാണ് വാർത്ത. ഇനി 2-3 കുട്ടി വാർത്തകളുണ്ട്. അതിലൊന്ന്, വൈദ്യുതി നിരക്ക് വർധന ഇന്ന് വന്നേക്കും എന്നുള്ള വാർത്തയുണ്ട്. രണ്ടാമത്തെ വാർത്ത, അസമിൽ ബീഫ് നിരോധിച്ചു എന്നുള്ളതാണ്. ഹോട്ടലുകളിലും പൊതുസ്ഥലത്തും വിളമ്പുന്നതും കഴിക്കുന്നതും നിരോധിച്ചു എന്ന വാർത്തയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇത്തരം വാർത്തകളാണ് നമുക്ക് ഇന്നത്തെ മലയാള മനോരമയിൽ കാണാൻ സാധിക്കുക. ഇനി നമ്മൾ നേരെ പോകുന്നത് കേരള കൗമുദിയിലേക്കാണ്. കേരള കൗമുദിയിൽ ആദ്യം നമുക്കൊരു ചിത്രം കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ അടിക്കുറിപ്പ് വളർത്തുമൃഗമല്ല എന്നാണ്. ചിത്രത്തിൽ ഉള്ളത് ശശി തരൂറാണ്. അദ്ദേഹത്തിന്റെ മടിയിൽ ഒരു കുട്ടി കുരങ്ങ് ഇരിക്കുന്ന ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇന്ന് അസാധാരണമായ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ പൂന്തോട്ടത്തിലിരുന്ന് പ്രഭാത പത്രങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുരങ്ങൻ അലിഞ്ഞു തിരിഞ്ഞ് എന്റെ അടുത്തേക്ക് വന്ന് മടിയിലിരുന്നു. ഞങ്ങൾ കൊടുത്ത 2 പഴങ്ങൾ അവൻ ആർത്തിയോട് തിന്നു. എന്നെ കെട്ടിപ്പിടിച്ച് നെഞ്ചിൽ തല ചായച്ച് കിടന്നുറങ്ങി. ഞാൻ പതുക്കെ എഴുന്നേൽക്കാൻ തുടങ്ങി. അവൻ ചാടി എണ്ണീറ്റ് എങ്ങോട്ടോ ഓടിപ്പോയി. ശശി തരൂർ MP ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു അടിക്കുറിപ്പ് സഹിതമുള്ള ചിത്രമാണ് കേരള കൗമുദി ആദ്യം തന്നെ നൽകിയിട്ടുള്ളത്. നമുക്ക് പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കാം. കേന്ദ്രം സമ്മതിച്ചു, വയനാട്ടിൽ ഉണ്ടായത് അതിതീവ്ര ദുരന്തം എന്നാണ് തലക്കെട്ട്. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ MP-മാർ അമിത്ഷായെ കണ്ടു എന്ന സബ് ഹെഡിംഗ് നൽകിയിട്ടുണ്ട്. വയനാട്ടിൽ 400ഓളം പേരുടെ മരണത്തിനിടയാക്കിയ ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമെന്ന് സ്ഥലം സന്ദർശിച്ച കേന്ദ്ര മന്ത്രാലയങ്ങളുടെ സംയുക്ത ഉദ്യോഗസ്ഥ സംഘം റിപ്പോർട്ട് നൽകിയെന്നാണ് വാർത്ത. ധനസഹായം അത് സംബന്ധിച്ച് തീരുമാനമുടൻ എന്നുള്ള വാർത്ത ഹൈലൈറ്റ് ആയിട്ട് ഇതിനൊപ്പം നൽകിയിട്ടുണ്ട്. 2219 കോടി ലഭിക്കില്ല എന്നും നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബോക്സിലായിട്ട് നൽകിയിട്ടുണ്ട്. ബാറ്ററി തകരാർ, വന്ദേ ഭാരത് ഷൊർണൂരിൽ കുടുങ്ങി എന്നുള്ള വാർത്തയോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് ബാറ്ററി തകരാറിനെ തുടർന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപം വഴിയിൽ കുടുങ്ങിയത് കാരണം 3.5 മണിക്കൂർ യാത്ര വൈകി എന്നാണ് വാർത്ത. അതൊക്കെ ഒരു കുട്ടി വാർത്തയായിരുന്നു. ഏറ്റവും ഒരു സൈഡിലായിട്ട് ആദ്യത്തെ പേജിൽ ഒരു സൈഡിലായിട്ടാണ് ഇടം പിടിച്ചിട്ടുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, പുതിയ MLA-മാർക്ക് സമ്മാനം നീല ട്രോളി ബാഗ് എന്നാണ് തലക്കെട്ട്. നമ്മൾ ആദ്യം വായിച്ച പത്രത്തിലും ഒന്നാമത്തെ പേജിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ വാർത്ത. ഇന്നലെ പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിലും ചേലക്കര MLA ആയ UR പ്രദീപും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അതിന് പിന്നാലെ നിയമസഭാ സ്പീക്കറായ AN ഷംസീർ അദ്ദേഹത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന് ഉപഹാരം നൽകിയിരുന്നു. അത് നീല ട്രോളി ബാഗാണ്. അതേറെ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയത്. ഇത് ട്രോളിയാണോ ട്രോൾ ചെയ്താണോ എന്നുള്ളൊരു സംശയവും ആൾക്കാരിങ്ങനെ പ്രകടിപ്പിച്ചു തുടങ്ങി. അത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വാർത്ത നമുക്കത് കാണാൻ സാധിക്കും. പുതിയ MLA-മാർക്ക് സമ്മാനം നീല ട്രോളി ബാഗ് എന്നാണ് തലക്കെട്ട്.
ഇരിപ്പിടം കിട്ടാതെ മന്ത്രി രാജേഷ് എന്നുള്ള വാർത്തയും ഒപ്പം ഇടം പിടിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞ ചടങ്ങിൽ മന്ത്രി MP രാജേഷിന് വേദിയിൽ ഇരിപ്പിടം കിട്ടിയില്ല എന്നാണ് വാർത്ത. നേരെ താഴേക്ക് വരുമ്പോൾ ഫഡ്നാവിസിന് 3ാം ഊഴം, ഇന്ന് സത്യപ്രതിജ്ഞ എന്നാണ് മറ്റൊരു തലക്കെട്ട്. മഹാരാഷ്ട്രയുടെ 18ാമത് മുഖ്യമന്ത്രിയായി BJP നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് വാർത്ത. കേരള കൗമുദി ഒരു സ്പെഷ്യൽ ഇമ്പാക്ട് സ്റ്റോറിയാണ് നൽകിയിട്ടുണ്ട്. കൂടാതെ 2-3 ചെറിയ വാർത്തകളുണ്ട്. ബീഫ് നിരോധിച്ച അസം സർക്കാർ, മുൻഗണനാ കാർഡ് 62,156 പേരെ ഒഴിവാക്കി, 12 കോടി പൂജ ബമ്പർ അടിച്ചത് കൊല്ലത്തെ ഏജൻസി ടിക്കറ്റിന്. ഇത്തരമൊക്കെ വാർത്തകളാണ് നമുക്ക് കേരള കൗമുദിയിൽ കാണാൻ സാധിക്കുക. നമ്മൾ നേരെ പോകുന്ന മാതൃഭൂമി പത്രത്തിലേക്കാണ്. മാതൃഭൂമിയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ കേരള കൗമുദിയിൽ കണ്ട അതേ ചിത്രമാണ്. ഡൽഹിയിലെ വസതിയിലെ പൂന്തോട്ടത്തിലിരുന്ന് പത്രം വായിക്കുന്ന ശശി തരൂർ MPയുടെ മടിയിലിരുന്ന് ഉറങ്ങുന്ന കുരങ്ങന്റെ ചിത്രമാണ് നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുക. ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക എന്നാണ് ചിത്രത്തിന്റെ അടിക്കുറിപ്പ് വന്നിട്ടുള്ളത്. അദ്ദേഹം പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ്. നമ്മൾ പ്രധാനപ്പെട്ട വാർത്ത നോക്കുകയാണെങ്കിൽ കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി TCOM ഒഴിയുന്നു എന്നാണ് തലക്കെട്ട്. കരാർ ഒപ്പിട്ട് 13 വർഷം കഴിഞ്ഞിട്ടും കാര്യമായ പുരോഗതിയില്ല. പിന്മാറ്റം സർക്കാരിന്റെ സമ്മർദ്ദത്തിനൊടുവിൽ ഇവിടെ മറ്റ് നിക്ഷേപ പദ്ധതികളെ കുറിച്ച് സർക്കാർ ആലോചന തുടങ്ങിയെന്നാണ് പോയിന്റ്സ് നൽകിയിട്ടുള്ളത്. 3 പോയിന്റ്സ്. ലക്ഷ്യമിട്ട കാര്യങ്ങളും നടപ്പായ കാര്യങ്ങളും സ്മാർട്ട് സിറ്റി പദ്ധതിയെ പറ്റി വിശദമായിട്ടുള്ള വാർത്തയാണ് നമുക്ക് ആദ്യത്തെ പേജിൽ ഏറ്റവും ടോപ്പിലായി തന്നെ കാണാൻ സാധിക്കുക. ഫഡ്നാവിസ് എന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ള വാർത്തയും ഇടം പിടിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി വനിതാ ജഡ്ജിയെ പുറത്താക്കിയ കേസിൽ സുപ്രീം കോടതി ആർത്തവമുണ്ടെങ്കിലേ പുരുഷന്മാർക്ക് അത് മനസ്സിലാവൂ എന്ന് തലക്കെട്ട്. നമ്മൾ വിശദമായ ആ വാർത്ത നോക്കുകയാണെങ്കിൽ വനിതാ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരുടെ മികവ് വിലയിരുത്താൻ മധ്യപ്രദേശ് ഹൈക്കോടതി പരിഗണിക്കുന്ന മാനദണ്ഡങ്ങളിൽ കടുത്ത അതൃപ്തി അറിയിച്ച സുപ്രീം കോടതി എന്നാണ് വാർത്ത. ഗർഭം അലസിയതിനെ തുടർന്ന് വനിതാ ജഡ്ജിക്കുണ്ടായ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ പരിഗണിക്കാതിരുന്നതിനെയാണ് സുപ്രീം കോടതി വിമർശിച്ചത്. പൂജ ബെമ്പർ 1ാം സമ്മാനം കൊല്ലത്ത് വിറ്റ ടിക്കറ്റിന് എന്നുള്ള വാർത്തയും ഇടം പിടിച്ചിട്ടുണ്ട്. ഇത്തരം വാർത്തകൾ നമുക്ക് മാതൃഭൂമിയിൽ ആദ്യത്തെ പേജിൽ കാണാൻ സാധിക്കുക. അടുത്തതായി നമ്മൾ ദീപികയാണ് നോക്കാൻ പോകുന്നത്. ദീപികയിലെ പ്രധാനപ്പെട്ട വാർത്തയിൽ ഒന്നാമതായി വരുന്ന തലക്കെട്ട് ട്രോൾ ചെയ്താണോ എന്നാണ്. പുതിയ MLA-മാർക്ക് സ്പീക്കർ വക നീല ട്രോളി വക. ഇന്നലെ പാലക്കാട് MLA ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും ചേലക്കരയിലെ MLA ആയ UL പ്രദീപും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അതിന് പിന്നാലെ നിയമസഭാ സ്പീക്കറായ AN ഷംസീർ ഇരുവർക്ക് ഉപഹാരം സമ്മാനിച്ചിരുന്നു. ആ ഉപഹാരം നീല ട്രോളി ബാഗാണ്. ഇതേറെ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയത്. അത് സംബന്ധിച്ചുള്ള വാർത്തയാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുക. അതിജീവിതർക്ക് ആശ്വാസം, കേന്ദ്ര സഹായം ഇന്ന് അറിയിക്കുമെന്ന് അമിത്ഷാ. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വയനാടിന് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്നലെ അമിത്ഷായെ കണ്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് തീരുമാനം അറിയിക്കുമെന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. ആ വാർത്ത ഇവിടെയുണ്ട്. അതിജീവിതർക്ക് ആശ്വാസം എന്നാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ട് ആശ്വാസം ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. വിലങ്ങാടിനും തുല്യ പരിഗണന മന്ത്രി എന്നാണ് മറ്റൊരു തലക്കെട്ട്. പുനരധിവാസം വേഗത്തിലാക്കുമെന്ന് സൈഡ് ഹെഡിംഗ് ഉണ്ട്, പോയിന്റ് ഉണ്ട്. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട്ടുണ്ടായ ഉരുൾപൊട്ടലിനിരയായ ദുരന്തബാധിതരുടെ പുനരധിവാസം വേഗത്തിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ പറഞ്ഞു എന്നാണ് വാർത്ത തുടങ്ങുന്നത്. ധനസഹായം കൃത്യമാക്കുമെന്നുള്ള വാർത്തയും ഒപ്പം തന്നെ ഒരു ബോക്സിലായി ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിന് താഴേക്ക് വരുമ്പോൾ അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദൽ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. വാർത്ത ഇടം പിടിച്ചിട്ടുണ്ട്. ദേവേന്ദ്ര ഫഡ്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ 3ാമത്തെ ഊഴമാണിത്. അത് സംബന്ധിച്ചുള്ള വാർത്തയുണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസ് വഴിയിൽ മണിക്കൂറുകൾ കുടുങ്ങി എന്നുള്ള വാർത്ത ഏറ്റവും അവസാനമായി ചെറിയൊരു കൊളത്തിലായി ഇടം പിടിച്ചിട്ടുണ്ട്. 10 ദിവസം അനധികൃത ബോർഡുകൾ നീക്കണമെന്ന വാർത്തയും തലക്കെട്ടായി വന്നിട്ടുണ്ട്. പൊതുയിടങ്ങളിലെ അനധികൃത ബോർഡുകൾ 10 ദിവസത്തിനകം നീക്കണമെന്ന് ഹൈക്കോടതി എന്നാണ് വാർത്ത. ഇത്തരം വാർത്തകളാണ് നമുക്ക് ഇന്ന് ദീപികയിൽ പ്രധാനപ്പെട്ട വാർത്തയായി ആദ്യത്തെ പേജിൽ കാണാൻ സാധിക്കുക. ഇനി നമ്മൾ നേരെ പരിശോധിക്കുന്നത് മാധ്യമം പത്രമാണ്. നമ്മൾ മാധ്യമം പത്രം പരിശോധിക്കുകയാണെങ്കിൽ മാധ്യമം പത്രത്തിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു ചിത്രമാണ് കാണാൻ സാധിക്കുക. ഇന്നലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മറ്റു MP-മാരുമായി UP-യിലെ സംഭവിലേക്ക് യാത്ര തിരിച്ചു. എന്നാൽ വഴിയിൽ വെച്ച് UP സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് അവരെ തടയുകയായിരുന്നു. അസംബ്ലിയിലേക്ക് കടത്തിവിട്ടിരുന്നില്ല. കുറച്ച് പ്രതിഷേധ പരിപാടികൾ അവിടെ പിന്നീട് സംഘടിപ്പിച്ച ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചു. അപ്പോഴുള്ള ഒരു ചിത്രമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. സമ്പൽ യാത്രയിൽ രാഹുലിനെയും തടഞ്ഞു എന്നാണ് തലക്കെട്ടുള്ളത്. സംഘത്തിൽ പ്രിയങ്കയും UP കോൺഗ്രസ് MP-മാരുമെന്ന് സബ് ഹെഡിംഗ് ഉണ്ട്. ഗാസിയാബാദിൽ തടഞ്ഞത് UP പോലീസ് സംഘർഷം എന്ന് മറ്റൊരു സബ് ഹെഡിംഗ് അല്ലെങ്കിൽ മറ്റൊരു തലക്കെട്ടുമിനൊപ്പം തന്നെ നൽകിയിട്ടുണ്ട് പോയിന്റ് ആയിട്ട്. വയനാടിനായി പ്രിയങ്ക അമിത്ഷായ്ക്ക് മുന്നിൽ എന്നുള്ള വാർത്തയുണ്ട്. ഇന്ന് മറുപടി എന്ന മന്ത്രി ആ വാർത്ത ഇടം പിടിച്ചിട്ടുണ്ട്. സുവർണ ക്ഷേത്രത്തിൽ അകാലിദൾ നേതാവിനെ വധിക്കാൻ ശ്രമം, അദ്ദേഹം അത്ഭുതകരമായാണ് ഗൺഷൂട്ടിൽ നിന്നും രക്ഷപ്പെട്ടത്. ആ വാർത്ത ഇടം പിടിച്ചിട്ടുണ്ട്. വന്ദേ ഭാരത് 2 മണിക്കൂറിലധികം ഷൊർണൂരിൽ കുടുങ്ങി എന്നുള്ള വാർത്ത
വാർത്ത എല്ലാ പത്രത്തിലും ഇടം പിടിച്ചിട്ടുണ്ട്. അത് മാധ്യമത്തിലും വന്നിട്ടുണ്ട്. UN-ൽ ഫലസ്തീൻ അനുകൂല വോട്ട് ചെയ്ത് ഇന്ത്യ, ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കണമെന്നുള്ള തലക്കെട്ട് നൽകിയിട്ടുള്ള വാർത്തയുണ്ട്. സിൽവർ ലൈനിൽ ഇന്ന് ചർച്ച, ധാരണയ്ക്ക് സാധ്യതയില്ല എന്നുള്ള മറ്റൊരു വാർത്തയും ചെറിയൊരു കോളത്തിലായി ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള വാർത്ത പേജ് 5 നമുക്ക് കാണാൻ സാധിക്കും. മഹാരാഷ്ട്രയിൽ ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രി എന്നുള്ള വാർത്തയുണ്ട്. കൊച്ചി സ്മാർട്ട് സിറ്റി ദുബൈ ടീ കോമിനെ ഒഴിവാക്കി എന്നുള്ള വാർത്തയും ചെറിയൊരു കോളത്തിലായി തന്നെ ആദ്യത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരം വാർത്തകൾ നമുക്ക് ഇന്ന് മാധ്യമപത്രത്തിൽ കാണാൻ സാധിക്കുക. നമ്മൾ ഇനി ദേശാഭിമാനി പരിശോധിക്കുമ്പോൾ ദേശാഭിമാനിയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ, സ്വാഭാവികമായും ദേശാഭിമാനിയിൽ നമുക്ക് വന്ദേ ഭാരത് സംബന്ധിച്ചുള്ള വാർത്ത തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തയെ കാണാൻ സാധിക്കുക. കെട്ടിവലിച്ചു വന്ദേ ഭാരത് എന്നാണ് തലക്കെട്ട്. മറ്റു പത്രങ്ങളെല്ലാം വന്ദേ ഭാരത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഏറ്റവും ഒന്നാമത്തെ പേജിൽ തന്നെ ഏറ്റവും ഒടുവിലായോ അല്ലെങ്കിൽ ഇടയിലായോ അല്ലെങ്കിൽ ചെറിയൊരു കോളത്തിലേക്കായി ഇടം പിടിച്ചപ്പോൾ ദേശാഭിമാനിയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത തന്നെ ഇതാണ്, കെട്ടിവലിച്ച് വന്ദേ ഭാരത് എന്നാണ്. റെയിൽവേക്ക് നാണക്കേട്, യാത്രക്കാർ കുടുങ്ങിയത് 3 മണിക്കൂർ എന്ന പോയിന്റ് നൽകിയിട്ടുണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസ് ഇലക്ട്രിക്കൽ എഞ്ചിൻ ഘടിപ്പിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ള അടിക്കുറിപ്പ് നൽകി ചിത്രവും ഒപ്പം നമുക്ക് കാണാൻ സാധിക്കും. സഹായം ഉടൻ വേണമെന്ന് തലക്കെട്ട് നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. മുണ്ടയ്ക്ക് ദുരന്ത പുനരധിവാസത്തിനുള്ള കേന്ദ്ര സഹായം എത്രയും വേഗം അനുവദിക്കണമെന്ന് കേരളത്തിലെ MP-മാർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് ആവശ്യപ്പെട്ടു എന്നാണ് വാർത്ത. കേരള MP-മാർ ആഭ്യന്തരമന്ത്രിയെ കണ്ടു. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും PT ഉഷയും വിട്ടുനിന്നു എന്നുള്ള പോയിന്റായിട്ട് ഒപ്പം തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. മുണ്ടക്കയിൽ വ്യോമസേന വന്നതിലും കേന്ദ്രത്തിന്റെ പിടിച്ചുപറി, രക്ഷയ്ക്ക് ശിക്ഷ 153.5 കോടി എന്നാണ് തലക്കെട്ട്. പിടിച്ചുപറിച്ചത് കേരളത്തിന്റെ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന്. പ്രളയഘട്ടത്തിൽ 290.74 കോടി കേന്ദ്രം പിടിച്ചിരുന്നു എന്ന 2 പോയിന്റ്സ് ഒപ്പം ഇടം പിടിച്ചിട്ടുണ്ട്. LDFന്റെ പ്രക്ഷോഭം ഇന്ന് എന്നുള്ള വാർത്തയും ഒപ്പം തന്നെ ഒരു കോളത്തിലായി ഇടം പിടിച്ചിട്ടുണ്ട്. പൂജ ബെമ്പർ 12 കോടി കൊല്ലത്ത് എന്നുള്ള വാർത്തയുണ്ട്. ചെറിയൊരു വാർത്ത നൽകിയിട്ടുണ്ട്. ഹെലി ടൂറിസം നയം അംഗീകരിച്ചു, പറന്നുയരാൻ ടൂറിസം എന്നുള്ള തലക്കെട്ട് നൽകിയിട്ടുള്ള മറ്റൊരു വാർത്തയുണ്ട്. അത് ഒരു ബോക്സിലായിട്ടാണ് ഇടം പിടിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അതിവേഗം എത്തിച്ചേരാൻ സഹായിക്കുന്ന ഹെലി ടൂറിസം നയത്തിന് മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം നൽകി എന്നാണ് വാർത്ത തുടങ്ങുന്നത്. ആലത്തൂർ രാജ്യത്തെ മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷൻ എന്നുള്ള മറ്റൊരു വാർത്തയുണ്ട്. സുവർണക്ഷേത്രത്തിൽ മുന്നിൽ ബാദലിനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമം എന്നുള്ള വാർത്തയും മറ്റുള്ള പത്രങ്ങളെ പോലെയും ദേശാഭിമാനിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വെടിയുതിർത്ത അക്രമിയെ സുരക്ഷാ ഭടന്മാർ കീഴ്പ്പെടുത്തിയെന്ന പോയിന്റും നൽകിയിട്ടുണ്ട്. ജനാധിപത്യം പിടിച്ചു വാങ്ങിയ ദക്ഷിണ കൊറിയ, അത് നമ്മൾ ദേശാഭിമാനിയിലെ ഏറ്റവും മുകളിലായി തന്നെ സൈഡിലായിട്ട് നേരെ താഴേക്ക് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരു വാർത്ത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജനാധിപത്യം പിടിച്ചു വാങ്ങിയ ദക്ഷിണ കൊറിയ എന്നാണ് തലക്കെട്ട് വന്നിട്ടുള്ളത്. പ്രസിഡന്റിനെതിരെ ഇംപീച്ച്മെന്റ് നടപടി തുടങ്ങി എന്നാണ് എന്നത് പോയിന്റായിട്ട് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ദക്ഷിണ കൊറിയയിൽ പ്രസിഡന്റ് യൂൺ സുക് യോൾ പ്രഖ്യാപിച്ച സൈനിക നിയമത്തിന് ആയുസ് 6 മണിക്കൂർ മാത്രം. ജനകീയ രോഷത്തിന് മുന്നിൽ പ്രസിഡന്റിന് മുട്ടുമടക്കേണ്ടി വന്നു എന്നാണ് വാർത്ത തുടങ്ങുന്നത്. ഇനി നമ്മൾ ഏറ്റവും ഒടുവിലായി പരിശോധിക്കാൻ പോകുന്ന പത്രം ജന്മഭൂമിയാണ്. വീണ്ടും ദേവേന്ദ്ര കാലം എന്നാണ് തലക്കെട്ട് പ്രധാനപ്പെട്ട വാർത്തയുടെ. സത്യപ്രതിജ്ഞ ഇന്ന്. ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി മൂന്നാം തവണ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അത് സംബന്ധിച്ചുള്ള വാർത്തയുണ്ട്. ഏറെ ദിവസങ്ങളിലെ കാത്തിരിപ്പിനും അഭ്യൂഹങ്ങൾക്കും നിരവധി ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ശേഷമാണ് മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ആരെന്നത് എന്നതിന്റെ ഒരു പര്യവസാനത്തിലേക്ക് എത്തിയത്. മുഖ്യമന്ത്രിയായി ഏക്നാഥ് ഷിൻഡെ വരും, അല്ലെങ്കിൽ ദേവേന്ദ്ര ഫട്നാവിസ്, അല്ലെന്നുണ്ടെങ്കിൽ BJP ഇതര സഖ്യകക്ഷികളിൽ നിന്ന് ആരെങ്കിലും വരുമോ എന്നുള്ള രീതിയിലൊക്കെ ഏറെ ചർച്ചകൾ സജീവമായിരുന്നു. എന്നാൽ 3ാം ഊഴം വീണ്ടും ലഭിച്ചിരിക്കുകയാണ് ദേവേന്ദ്ര ഫട്നാവിസിന്. അത് സംബന്ധിച്ചുള്ള വാർത്തയാണ് ജന്മഭൂമിയിൽ പ്രധാനപ്പെട്ട വാർത്തയായി വന്നിട്ടുള്ളത്. ബംഗ്ലാദേശ് നൽകുന്നത് അപകട സൂചന, K. നന്ദകുമാർ എന്ന തലക്കെട്ട് നൽകിയ മറ്റൊരു വാർത്തയുണ്ട്. ബംഗ്ലാദേശിലെ അതിക്രമങ്ങൾ ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തിന് നൽകുന്നത് അപകടകരമായ സൂചനയാണെന്ന് പ്രജ്ഞാ പ്രവാഹക് ദേശീയ സംയോജകൻ K. നന്ദകുമാർ എന്നാണ് വാർത്ത തുടങ്ങുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഹിന്ദുക്കൾക്കെതിരായ അതിക്രമം ഉടൻ അവസാനിപ്പിക്കണം, ഷാഹി ഇമാം എന്നാണ് തലക്കെട്ട്. ഹിന്ദു സമൂഹത്തിനെതിരായ അതിക്രമങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനസിനോട് ഡൽഹി ജുമാ മസ്ജിദ് ഷാഹി ഇമാം സയ്യിദ് അഹമ്മദ് ബുഖാരി ആവശ്യപ്പെട്ടു എന്നാണ് വാർത്ത തുടങ്ങുന്നത്. മീഡിയ വോയിസ് എക്സലൻസ് പുരസ്കാരം കാവാലം ശശികുമാർ എന്നുള്ള വാർത്ത ഇടം പിടിച്ചിട്ടുണ്ട്. മുനമ്പം നിവാസികളുടെ ചോദ്യം, വഖഫിൽ കോൺഗ്രസ് നിലപാടും പരിഹാര ഫോർമുലയും എന്ത് എന്നുള്ള വാർത്തയും ഇടം പിടിച്ചിട്ടുണ്ട്. വയനാട് ദുരന്തം അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയേക്കുമെന്ന തലക്കെട്ട് നൽകിയിട്ടുള്ള വാർത്തയുണ്ട്. ശബരിമല ഡോളി സമരത്തെ ഹൈക്കോടതി വിമർശിച്ചു എന്നുള്ള മറ്റൊരു വാർത്തയുണ്ട്. MR ചന്ദ്രശേഖരൻ അന്തരിച്ചു. MRC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന തൃശൂർ ചെമ്പൂക്കാവ് ധന്യശ്രീയിൽ പ്രൊഫസർ MR ചന്ദ്രശേഖരൻ അന്തരിച്ചു എന്നുള്ള വാർത്തയും ഇടം പിടിച്ചിട്ടുണ്ട്. ഇന്ന് തൊട്ടുമിക്ക എല്ലാ പത്രങ്ങളും തന്നെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. ഓരോ പത്രത്തിലും ഓരോ വാർത്തകളും വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ ആംഗിളിലാണ് നൽകിയിട്ടുള്ളത്.
ഏതായാലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ദിവസം.